പോത്തിൻസച്ചയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അച്ചപ്പമാണ്. വളരെ ക്രിസ്പി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 1/4 കപ്പും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു വളരെ ചെറിയൊരു മധുരമേ ഉള്ളൂ. മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 4-5 പ്രാവശ്യം നന്നായിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കുക. പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടണം. ഇനി അതിലേക്ക് 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ, 1-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കട്ടിയുള്ള പാൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി അതിലേക്ക് 1 നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി പാക്കറ്റ് അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് അരിപ്പൊടിയും 1/2 കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം 2-3 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് ആ പൊടിയൊക്കെ ഇതിനകത്ത് നന്നായിട്ട് മിക്സായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഓരോ ബ്രാൻഡ് അരിപ്പൊടി അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിനും വ്യത്യാസം ഉണ്ടാവും. അപ്പം 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടി കൂടുതലാണെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുക. ദോശമാവിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ട് കിട്ടണം. ഈ ഒരു പരുവത്തിന് വേണം കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. മാവിന് കട്ടി കൂടുതലാണ് എങ്കിൽ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കണം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. ജീരകം ഇഷ്ടമുള്ളവർക്ക് ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പാനിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയോ റിഫൈൻഡ് ഓയിലോ ഏത് ഉപയോഗിച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒരു പരന്ന പാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് 3-4 എണ്ണം ഒരുമിച്ച് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. എണ്ണ ചൂടാക്കാൻ വെക്കുന്നതോടൊപ്പം തന്നെ അച്ചും കൂടെ എണ്ണയിലേക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ടൊരു ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എണ്ണ കൂടുതൽ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ അച്ചപ്പം അങ്ങോട്ട് വെക്കുമ്പോൾ തന്നെ തീരെ നൈസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് വളരെ ചെറിയ തീയിൽ വെച്ചിട്ട് എണ്ണ ചൂടാക്കി എടുക്കുക. ഓരോ പ്രാവശ്യവും അച്ചപ്പം ഉണ്ടാക്കുന്നതിന് മുന്നേ മാവ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അച്ച് എണ്ണയിൽ നിന്ന് എടുത്തിട്ട് നന്നായിട്ടൊന്ന് കുടയണം. മാവിൽ ഓരോ പ്രാവശ്യം മുക്കുമ്പോഴേക്കും മാവിൽ കൂടുതൽ എണ്ണയാവും. അതുകൊണ്ട് നന്നായിട്ടൊന്ന് കുടഞ്ഞതിന് ശേഷം മാവിലേക്ക് മുക്കിയെടുക്കുക. അപ്പോൾ അച്ച് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ മാവിലേക്ക് മുക്കി എടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ അതിൽ ഒട്ടിപ്പിടിക്കത്തില്ല. അപ്പോൾ ഓരോ പ്രാവശ്യം അച്ചപ്പം ഉണ്ടാക്കുമ്പോഴേക്കും അച്ച് നന്നായിട്ട് ചൂടാക്കുക. അതിനുശേഷം മാവിലേക്ക് മുക്കി കൊടുക്കുക. ഒരു 1/4 ഭാഗം മുക്കിയെടുത്താൽ മതിയാവും. ഇനി 2-3 സെക്കൻഡ് അനക്കാതെ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കിയാൽ അതിൽ നിന്ന് വിട്ടു പോകും. ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് പെട്ടെന്ന് പോരും. ഇല്ല എങ്കിൽ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു കത്തി കൊണ്ടോ പതുക്കെ ഒന്ന് അടർത്തി കൊടുത്താൽ അതിൽ നിന്ന് വിട്ടു പോന്നോളൂ. എപ്പോഴും ഉണ്ടാക്കാത്ത അച്ചക്കയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുമ്പോഴേക്കും ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ കുറച്ച് എണ്ണയോടൊപ്പം ഇതേപോലെ അച്ചും കൂടെ വെച്ച് ചൂടാക്കുക. അതിനുശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ ഉണ്ടാക്കുമ്പോഴേക്കും അച്ചിൽ നിന്ന് പെട്ടെന്ന് തന്നെ വിട്ട് പോന്നോളും. വളരെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മൾ അച്ചപ്പം അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ല എങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുപോലെ തന്നെ ഒരു ചെറിയ കളറായി വരുമ്പോഴേക്കും, ഒരു ഗോൾഡൻ കളറായി വരുമ്പോഴേക്കും എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കണം. അത് പുറത്തിരിക്കുമ്പോഴേക്കും കുറച്ച് നേരം കഴിയുമ്പോൾ കുറച്ചും കൂടി ഒരു നല്ല കളർ വരും. ഇല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അച്ചപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.